ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വിജയകൃഷ്ണ ജ്വല്ലറി പുനലൂർ, പവിത്രം ജ്വല്ലറി പുനലൂർ, പാലിത്ര ഫാഷൻ ജ്വല്ലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP ഫാൻസി ഐറ്റംസ്. ദേവ സ്റ്റാർ ഹോംസ്. ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് പഞ്ചകർമ്മ കോളേജ്. സോറിയാസിസ്, എക്സിമ, മറ്റ് അലർജി രോഗങ്ങൾ എന്നിവയ്ക്ക് ഫലപ്രദമായ ചികിത്സ. വർഷങ്ങളായി ദുബൈയിലായിരുന്നു ജോലി. അവിടെ വെച്ച് സോറിയാസിസ് എന്ന അസുഖം പിടിപെട്ടു. 4 വർഷം ഇംഗ്ലീഷ് ചികിത്സയായിരുന്നു. മാറാതെ വന്നപ്പോൾ നേരെ ഞാൻ കേരളത്തിൽ വന്നു. പത്തനാപുരത്തുള്ള ഒരു ഡോക്ടർ, ശീല എന്ന് പറയുന്നത് ഡോക്ടറെ ഉണ്ടെന്നറിയാം. ആ ഡോക്ടറിലേക്ക് പോയി കാണിക്കുക. ഡോക്ടർ അസുഖം മാറ്റിത്തരാമെന്ന് പറയുകയും അങ്ങനെ ഡോക്ടർ 2 മാസത്തെ ചികിത്സ കൊണ്ട് എൻ്റെ അസുഖം മാറുകയും തിരിച്ച് ഞാൻ ദുബായി പോവുകയും ചെയ്തു. ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് പഞ്ചകർമ്മ കോളേജ്, വ്യാപാര ഭവൻ, ടൗൺ, മുസ്ലിം പള്ളിക്ക് സമീപം, പത്തനാപുരം. സുവർണാവസരം, സുവർണാവസരം! BIS ഹോൾമാർക്ക് ആഭരണങ്ങൾ ഏറ്റവും ആദായകരമായി സ്വന്തമാക്കാൻ സുവർണാവസരം. പുനലൂർ ഇടിമണിക്കൽ ജ്വല്ലറിയിൽ ഗ്രാമിന് 100 രൂപ വിലക്കുറവ് നൽകുന്നു. ഏറ്റവും ഫാഷനബിൾ ആഭരണങ്ങൾ അണിഞ്ഞ് മിന്നിത്തിളങ്ങാൻ സുവർണാവസരം. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ വില വ്യത്യാസമില്ലാതെ ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറിലൂടെ ഇടിമണിക്കൽ ജ്വല്ലറിയുടെ BIS 916 ഹോൾമാർക്ക് സ്വർണവുമായി മാറ്റി വാങ്ങാം. പുനലൂർ ഇടിമണിക്കൽ ജ്വല്ലറിയിൽ ഗ്രാമിന് 100 രൂപ വിലക്കുറവ് നൽകുന്നു. ഈ ഓഫർ മെയ് 15 വരെ മാത്രം. ഏവർക്കും സ്വാഗതം. സ്വർണം വാങ്ങുന്നെങ്കിൽ ഇടിമണിക്കൽ സ്വർണം തന്നെ വാങ്ങൂ, അതാ ബുദ്ധി. ഇടിമണിക്കൽ ഫാഷൻ ജ്വല്ലറി, പുനലൂർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കൂട്ടുതറ, ചിറ്റാർ, റാന്നി. പാരാമെഡിക്കൽ കോഴ്സുകൾ. കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരമുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ. ഈ കാലഘട്ടത്തിൽ ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും ഏറ്റവും അധികം തൊഴിൽ അവസരങ്ങളുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ. സ്കാനിംഗ്, റേഡിയോഗ്രാഫി, എക്സ്റേ ടെക്നീഷ്യൻ, ECG ടെക്നീഷ്യൻ, മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, നഴ്സിംഗ് മുതലായ കോഴ്സുകൾ. കഴിഞ്ഞ 25 ബാച്ചുകളിൽ 100% വിജയവുമായി ജില്ലയിലെ ആദ്യത്തെ പാരാമെഡിക്കൽ സ്ഥാപനം. ജില്ലയിൽ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പഠനം പൂർത്തിയാക്കിയ സ്ഥാപനം. പഠിച്ചിറങ്ങിയ 100 കണക്കിന് വിദ്യാർത്ഥികൾ വിദേശ രാജ്യങ്ങളിലും ഭാരതത്തിലും മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ ഉയർന്ന ശമ്പളത്തിൽ ജോലി ചെയ്യുന്നു. മിതമായ ഫീസ് നിരക്കുകൾ തവണകളായി അടയ്ക്കാം. സാമ്പത്തിക പിന്നോക്കക്കാർക്ക് ഫീസ് ഇളവുകൾ. ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയും ദീർഘവർഷങ്ങളിലെ പരിചയസമ്പത്തുമുള്ള അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ. സമ്പൂർണ്ണ പ്രാക്ടിക്കൽ സൗകര്യം. കോഴ്സ് പൂർത്തിയാക്കിയാൽ പിന്നീട് ട്രെയിനിംഗ് ആവശ്യമില്ലാതെ നേരിട്ട് ജോലിയിൽ പ്രവേശിക്കാം. ബസ് യാത്രാ കൺസെഷൻ. കൊട്ടാരക്കരയിലും പുനലൂരിലും ക്ലാസുകൾ. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യം. അഡ്മിഷൻ തുടരുന്നു. റെഡ് ക്രോസ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. വിശദ വിവരങ്ങൾക്കും പ്രോസ്പെക്ടസിനും റെഡ് ക്രോസ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. ഫോൺ 0474 245 3939. കിങ്സ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, പുനലൂർ. ഫോൺ 0475 222 4088. മൊബൈൽ 9447 255 870, 9447 255 871. വസ്ത്രവൈവിധ്യത്തിന്റെ പുതുപുത്തൻ കളക്ഷനുമായി 14,000 സ്ക്വയർ ഫീറ്റിലേക്ക് പുനലൂർ രാധാസിന്റെ നവീകരിച്ച ഷോറൂം. DH ഓട്ടോ, MCR, സീറോ, ലൂയിസ് ഫിലിപ്പ്, പീറ്റർ ഇംഗ്ലണ്ട്, വാൻ ഹുസൈൻ തുടങ്ങി എല്ലാവിധ ബ്രാൻഡഡ് മെൻസ് വെയറുകളുടെയും വിപുലമായ ശേഖരം. ചുരിദാറുകൾ, ലാച്ച, ഗൌണുകൾ, കിഡ്സ് വെയർ എന്നിവയ്ക്കായി വിശാലമായ പുതിയ ഷോറൂം. വൈവിധ്യമാർന്ന ദുപ്പട്ടകൾക്കായി പ്രത്യേക വിഭാഗം. വിവാഹ പാർട്ടികൾക്കായി പുതുപുത്തൻ കളക്ഷനും പ്രത്യേക സെക്ഷനും. നിങ്ങളുടെ വസ്ത്ര സങ്കല്പങ്ങൾക്ക് പൂർണ്ണത നൽകുവാൻ പുനലൂർ രാധാസ്, ചൗക്ക റോഡ്, പുനലൂർ. ഫോൺ 0475 222 8650. പ്രസിഡൻസി കോളേജ് കോമേഴ്സ് ക്ലാസുകൾക്ക് മാത്രമായി പുനലൂർ പട്ടണത്തിൽ പ്രവർത്തിക്കുന്ന ഏക സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനമാണ് പ്രസിഡൻസി കോളേജ്. പുനലൂരിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ആദ്യമായി കേരള യൂണിവേഴ്സിറ്റി BCom പരീക്ഷയിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ പ്രസിഡൻസി കോളേജ് +2, BCom, MCom പരീക്ഷകളിൽ ഉന്നത വിജയം ഉറപ്പു നൽകുന്നു. ഓപ്പൺ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് യൂണിഫോം ഞങ്ങളുടെ പ്രത്യേകതയാണ്. തുടർച്ചയായി യൂണിറ്റ് ടെസ്റ്റും മോഡൽ പരീക്ഷകളും അധ്യാപക രക്ഷാകർതൃ സമ്മേളനവും നടത്തിവരുന്നു. ഞങ്ങളുടെ ക്ലാസുകൾ +1, +2, ട്യൂഷൻ ആൻഡ് ഓപ്പൺ സ്കൂൾ, BCom, MCom, MBA, ട്യൂഷൻ ആൻഡ് പാരലൽ.
പ്രസിഡൻസി കോളേജ് ഗവൺമെന്റ് ഹൈസ്കൂളിന് എതിർവശം MJ ആർക്കേഡ് പുനലൂർ. ഫോൺ 9447154898. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ വിജിത് കുമാർ. പ്രധാന വാർത്തകൾ. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച യുവാവ് അറസ്റ്റിൽ. അറസ്റ്റിലായത് കാരിയർ സ്വദേശി ഷാനവാസ്. നിയന്ത്രണം വിട്ട ചരക്ക് ലോറി വീട്ടിലേക്ക് പാഞ്ഞു കയറി. അപകടം വാളക്കോട് മുസ്ലിം പള്ളിക്ക് സമീപം. ഒഴിവായത് വൻ ദുരന്തം. പുനലൂർ പട്ടണത്തിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമാകുന്നു. 15 മുതൽ ട്രാഫിക് പരിഷ്കരണം കർശനമായി നടപ്പിലാക്കും. വാർത്തകൾ വിശദമായി. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച യുവാവിനെ പുനലൂർ പോലീസ് പിടികൂടി. കാര്യറ വേങ്ങാട് വീട്ടിൽ ഷാനവാസാണ് 15-കാരിയെ പീഡിപ്പിച്ച കേസിൽ പിടിയിലായത്. 15-കാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിലാണ് കാര്യറ വേങ്ങവള വീട്ടിൽ ഷാനവാസ് എന്ന 20-കാരനെ പുനലൂർ പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ മാസം 6 ദിവസത്തോളം ഇയാൾ പെൺകുട്ടിയെ പീഡിപ്പിച്ചതായി പറയപ്പെടുന്നു. അടുത്തിടെ പെൺകുട്ടിയുടെ വീട്ടിൽ വെച്ചും തൊട്ടടുത്തുള്ള ആളൊഴിഞ്ഞ വീട്ടിലെത്തിച്ചും ഇയാൾ പെൺകുട്ടിയെ പീഡിപ്പിച്ചു അത്രേ. പെൺകുട്ടിയും മാതാവും നേരിട്ടെത്തിയാണ് പുനലൂർ പോലീസിൽ പരാതി നൽകിയത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. പുനലൂരിലെ വെൽഡിംഗ് വർക്ക്ഷോപ്പിലെ ജീവനക്കാരനാണ് അറസ്റ്റിലായ ഷാനവാസ്. പുനലൂർ CI ബിനു വർഗീസ്, പ്രിൻസിപ്പൽ SI V ജയകുമാർ, SI K അശോകൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പ്രതിയെ പുനലൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ലൈവ് വാർത്ത പുനലൂർ. അഞ്ചൽ പട്ടണത്തിൽ ട്രാഫിക് പരിഷ്കരണത്തിനുള്ള നീക്കം തുടങ്ങി. അഞ്ചൽ ഗ്രാമപഞ്ചായത്തും പോലീസും സംയുക്തമായാണ് നടപടികൾ ആരംഭിച്ചത്. ട്രാഫിക് പരിഷ്കരണത്തിന്റെ ഭാഗമായി കുളത്തൂപ്പുഴ, ആലഞ്ചേരി, ചണ്ണപ്പെട്ട ഭാഗങ്ങളിൽ നിന്നും വരുന്ന ബസ്സുകളുടെ സ്റ്റോപ്പുകൾ മാറ്റാൻ തീരുമാനമായി. കോളേജ് ജംഗ്ഷനിലെ സ്റ്റോപ്പ് ഗതാഗത തടസ്സത്തിന് കാരണമാകുന്നതിനാൽ ചല്ലിരിക്കൽ ഓഡിറ്റോറിയത്തിന് കിഴക്കുഭാഗത്തും മാർക്കറ്റ് ജംഗ്ഷനിൽ ആയൂർ റോഡിലെ ബസ് സ്റ്റോപ്പ് മിനി സിവിൽ സ്റ്റേഷന് സമീപം അർച്ചന ബിൽഡിംഗിന് മുൻവശത്തേക്കും മാറ്റാനാണ് തീരുമാനമായത്. വ്യാപാര സ്ഥാപനങ്ങളിലെ കയറ്റിറക്ക് രാവിലെ 9 മുതൽ 11 മണിവരെയും വൈകുന്നേരം 3 മുതൽ 5 വരെയും നിരോധിക്കാനും തീരുമാനിച്ചു. അഞ്ചലിൽ വന്നുപോകുന്ന ബസ്സുകൾ KSRTC ഫാസ്റ്റ് പാസഞ്ചർ അടക്കം മാർക്കറ്റ് ജംഗ്ഷനിലെ ബസ് സ്റ്റാൻഡിൽ നിർബന്ധമായും കയറാനുള്ള നിർദ്ദേശം നൽകാനും തീരുമാനിച്ചു. നോ പാർക്കിംഗ് ഭാഗങ്ങളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്താൽ പിടിച്ചെടുക്കുന്നതടക്കമുള്ള കർശന നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് അഞ്ചൽ സബ് ഇൻസ്പെക്ടർ PS രാജേഷ് അറിയിച്ചു. കുളത്തൂപ്പുഴ, ചണ്ണപ്പേട്ട, ആലഞ്ചേരി ഭാഗങ്ങളിൽ വരുന്ന ബസ്സുകളുടെ സ്റ്റോപ്പ് പുനർനിർണയിച്ചു. ആ സ്റ്റോപ്പ് ചില്ലരിക്കൽ ഓഡിറ്റോറിയത്തിന് മുന്നിലേക്ക് കുറച്ച് മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട്. കാരണം സെന്റ് ജോൺസ് കോളേജിന്റെ മുന്നിലുള്ള സ്റ്റോപ്പും അതിന് ഓപ്പോസിറ്റുള്ള സ്റ്റോപ്പും ഒരേ സ്ഥലത്ത് തന്നെ വരുന്നത് കൊണ്ടുണ്ടാകുന്ന ട്രാഫിക് തടസ്സം ഒഴിവാക്കാൻ വേണ്ടിയാണ്. പിന്നീടുള്ള ഒരു മാറ്റം, അഞ്ചൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെടുന്ന വാഹനങ്ങൾ അഞ്ചൽ ഹോസ്പിറ്റലിന് മുന്നിൽ നിർത്തിയിരുന്നു. അത് അല്പം കൂടി മുന്നോട്ടാക്കി സിവിൽ സ്റ്റേഷന് മുന്നിലേക്കാക്കി. എല്ലാ ബസ്സുകളും ഫാസ്റ്റ് പാസഞ്ചർ അടക്കമുള്ള എല്ലാ ബസ്സുകളും അഞ്ചൽ സ്റ്റാൻഡിൽ കയറണം എന്നൊരു നിർദ്ദേശം കൂടി നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. വാഹനങ്ങൾ ഈ കയറ്റിറക്ക് സ്ഥാപനങ്ങൾ കയറ്റിറക്കം സാധനങ്ങൾ കയറ്റുമ്പോൾ ഇറക്കുകയും ചെയ്യേണ്ട വാഹനങ്ങൾ രാവിലെയും പീക്ക് അവേഴ്സിൽ ടൗണിൽ നിർത്തിയിട്ട് സാധനങ്ങൾ ഇറക്കുകയും കയറ്റുകയും ചെയ്ത് എന്ന് നിർദ്ദേശം വെച്ചു. കൂടാതെ ഓട്ടോറിക്ഷകൾ ഈ കറങ്ങി ഇങ്ങനെ നടന്ന് യൂട്ടേൺ എടുത്ത് ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കുന്നത് ഒഴിവാക്കണമെന്നും ഓട്ടോറിക്ഷ തൊഴിലാളികളോട് നമ്മൾ നിർദ്ദേശിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. തെന്മല ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിക്ക് ജില്ലാ ആസൂത്രണ സമിതിയുടെ അംഗീകാരം. 11,36 ലക്ഷം രൂപയുടെ പദ്ധതികൾക്കാണ് അംഗീകാരം ലഭിച്ചത്. തെന്മല ഗ്രാമപഞ്ചായത്തിന്റെ 11,36 ലക്ഷം രൂപയുടെ 246 പദ്ധതികൾക്കാണ് ജില്ലാ ആസൂത്രണ സമിതി അംഗീകാരം നൽകിയത്. ഉൽപാദന മേഖലയിൽ 1 കോടി രൂപയുടെയും ഭവന നിർമ്മാണത്തിന് 1,72 ലക്ഷം രൂപയുടെയും വിദ്യാഭ്യാസ മേഖലയിൽ 25 ലക്ഷം രൂപയുടെയും പദ്ധതികൾക്ക് അംഗീകാരം ലഭിച്ചു. ആരോഗ്യ മേഖലയിൽ 30 ലക്ഷം രൂപയുടെ പദ്ധതികൾക്കും അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. പട്ടികജാതി മേഖലയ്ക്ക് 1,09 ലക്ഷം രൂപയുടെയും പട്ടികവർഗ മേഖലയിൽ 16 ലക്ഷം രൂപയുടെയും പശ്ചാത്തല മേഖലയ്ക്ക് 1,96 ലക്ഷം രൂപയുടെയും പദ്ധതികൾക്കാണ് അംഗീകാരം ലഭിച്ചത്. ലൈവ് വാർത്ത തെന്മല. നിയന്ത്രണം വിട്ട ചരക്ക് ലോറി വീട്ടിലേക്ക് പാഞ്ഞു കയറി. ദേശീയപാതയിൽ വാളക്കോട് മുസ്ലിം പള്ളിക്ക് സമീപം വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞായിരുന്നു അപകടം. വീട് ഭാഗികമായി തകർന്നു.
കരുനാഗപ്പള്ളിയിൽ ചരക്കിറക്കിയ ശേഷം തിരികെ തമിഴ്നാട്ടിലേക്ക് പോയ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽപ്പെട്ട ലോറി വീടിന് സമീപം മരത്തിലിടിച്ചാണ് നിന്നത്. ആർക്കും പരിക്കില്ല. ബെഞ്ചിൽ ഇരുന്നപ്പോ എനിക്ക് തലയ്ക്ക് ഒരു പെരുപ്പ് പോലെ തോന്നി. അങ്ങനെ ഞാൻ പെരയിലോട്ട് കയറി ഇങ്ങനെ ചാഞ്ഞപ്പോഴാണ് ഈ സൗണ്ട് കേൾക്കുന്നത്. ആ സൗണ്ട് കേൾക്കുമ്പോഴാണ് എന്തോന്ന് അറിയുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ അറിയുന്നത്. ഞങ്ങൾക്ക് കയറി കിടക്കാൻ ഒരു നിവൃത്തിയില്ല സാറേ. ഞാനാണ് വാൽവ് ഓപ്പറേഷൻ ചെയ്ത് സഹിക്കാൻ വയ്യാതെ ജേഷത്തിൽ പുറത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്കൊരു നിവൃത്തിയില്ല. ഞങ്ങൾക്ക് ഈ വീട് ശരിയാക്കി തരണം. എങ്ങനെങ്കിലും ഞങ്ങൾക്ക് കയറി കിടക്കാൻ. ഒരു ഭർത്താവില്ലാത്ത ഒരു പെൺകൊച്ചും ഒരു കുഞ്ഞും ഉണ്ടാകും. 10 വയസ്സുള്ള അത് ഞങ്ങളാണ് ഇവിടെ കഴിയുന്നത്. ഞങ്ങൾക്ക് ഒരു ബാധ്യതയില്ല. ഞങ്ങൾക്ക് വേറെ ഒരു ഇതില്ല സാറേ. പുനലൂർ പോലീസും റവന്യൂ അധികൃതരും സ്ഥലത്തെത്തി അടിയന്തര നടപടി സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ KSRTC ഡിപ്പോയിൽ നിന്നും ബാംഗ്ലൂർ സർവീസ് ആരംഭിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ഡീലക്സ് എക്സ്പ്രസ് വിഭാഗത്തിലുള്ള ബസ്സുകൾ ഉപയോഗിച്ച് സർവീസുകൾ തുടങ്ങണമെന്നാണ് ആവശ്യം. ദീർഘകാലമായുള്ള യാത്രക്കാരുടെ ആവശ്യമാണിത്. ഇതിനായി വിവിധ സംഘടനകളും വ്യക്തികളും നിരവധി നിവേദനങ്ങളും ബന്ധപ്പെട്ടവർക്ക് നൽകിയിട്ടുണ്ട്. എന്നാൽ KSRTC ചീഫ് ഓഫീസ് അധികൃതർ ഇതൊന്നും അറിഞ്ഞ മട്ടില്ല. കർണാടകത്തിലേക്ക് ബസ്സുകൾ ഓടിക്കാൻ കേരളവും കർണാടകവും തമ്മിലുള്ള കരാർ അനുസരിച്ച് ഇപ്പോൾ 27,000-ഓളം കിലോമീറ്റർ നിലവിലുള്ളതാണ്. എന്നാൽ മറ്റു പല ഡിപ്പോകൾക്കും ഒന്നിലധികം ബാംഗ്ലൂർ സർവീസുകൾ നൽകാൻ KSRTC തയ്യാറാകുമ്പോഴും പുനലൂർ ഡിപ്പോയ്ക്ക് ഒരു സർവീസ് പോലും നൽകാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകുന്നില്ല. പുനലൂരിൽ നിന്നും 5 സ്വകാര്യ എയർ ബസ്സുകളാണ് ബാംഗ്ലൂരിന് ദിവസേന സർവീസ് നടത്തുന്നത്. ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് ശേഷം പുനലൂരിൽ നിന്നും പുറപ്പെടുന്ന ബസ്സുകളുടെ കൂട്ടത്തിൽ 2 മൾട്ടി ആക്സിൽ വോൾവോ ബസ്സുകളും ഒരു സാനിയ മൾട്ടി ആക്സിൽ വോൾവോ ബസ്സും ഉൾപ്പെടുന്നു. പുതിയടത്തു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ നിന്നും പുനലൂർ ശിവൻകോവിലിന് മുന്നിൽ നിന്നും ചെമ്മന്തൂർ സ്റ്റേഡിയത്തിൽ നിന്നുമാണ് ഇവ സർവീസ് തുടങ്ങുന്നത്. പുനലൂർ ഡിപ്പോയിൽ നിന്നും ബാംഗ്ലൂർ, മംഗലാപുരം, സുലിയ, മടിക്കേരി എന്നിവിടങ്ങളിലേക്ക് പുതിയ സർവീസുകൾ തുടങ്ങാൻ മുമ്പ് നിവേദനങ്ങൾ സമർപ്പിക്കപ്പെടുകയും ഇവ ഏറെക്കുറെ പരിഗണിക്കപ്പെടുകയും ചെയ്തിരുന്നതാണ്. എന്നാൽ തീരുമാനങ്ങൾ പിന്നീട് അട്ടിമറിക്കപ്പെട്ടു. സർവീസുകൾ തിരുവനന്തപുരം സെൻട്രൽ, തൃശൂർ, കോഴിക്കോട് എന്നീ ഡിപ്പോകളിലാണ് നൽകിയത്. ദിവസേന 100 കണക്കിന് ആളുകൾ കിഴക്കൻ മേഖലയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് പോകുന്നുണ്ട്. ബിസിനസ് ആവശ്യങ്ങൾക്കും വിദ്യാഭ്യാസത്തിനും മറ്റുമായാണ് കൂടുതൽ പേർ ബാംഗ്ലൂരിലേക്ക് പോകുന്നത്. ഉപരിപഠനവുമായി ബന്ധപ്പെട്ട് ബാംഗ്ലൂരിൽ പഠിക്കുന്ന 100 കണക്കിന് വിദ്യാർത്ഥികൾ കിഴക്കൻ മേഖലയിലുണ്ട്. ഈ സാഹചര്യം മുന്നിൽ കണ്ട് KSRTC ബാംഗ്ലൂർ സർവീസ് ആരംഭിക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. ലൈവ് വാർത്ത, പുനലൂർ. ദേശീയപാതയിൽ തകർന്ന റോഡിന്റെ സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണം നീളുന്നു. കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ പ്ലാച്ചേരിയിലാണ് സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണം നീളുന്നത്. കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ പ്ലാച്ചേരിയിൽ മാസങ്ങൾക്ക് മുമ്പേ ഇടിഞ്ഞു താണ റോഡിന് സംരക്ഷണ ഭിത്തി നിർമ്മിക്കാൻ നടപടി വൈകുന്നു. റോഡിന്റെ വശം 20 മീറ്ററോളം നീളത്തിൽ ഇടിഞ്ഞു താണിരുന്നു. റോഡിനോട് ചേർന്ന് 150 അടിയോളം താഴ്ചയുണ്ട്. അപകടങ്ങൾ ഒഴിവാക്കാൻ താൽക്കാലികമായി മണൽച്ചാക്കടുക്കി ടാർ വീപ്പ വച്ചെങ്കിലും അപകടഭീതി ഒഴിവായിട്ടില്ല. ഇടിഞ്ഞ ഭാഗത്തെ റോഡിന്റെ വളവും ഇറക്കവും വീതി കുറവും അപകടങ്ങൾക്ക് ഇടയാക്കും. മഴക്കാലമായതോടെ ഊറ്റുമൂലം ഈ ഭാഗത്തെ മണ്ണിടിച്ചിൽ വ്യാപകമാണ്. റോഡിനോട് ചേർന്ന സ്ഥലത്തെ വസ്തു ഉടമയുമായുള്ള തർക്കം മൂലമാണ് സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിന് കാലതാമസമെന്ന് ദേശീയപാത അധികാരികൾ പറയുന്നു. എന്നാൽ ഇത് പരിഹരിച്ച് പണി ആരംഭിക്കാൻ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധം ശക്തമാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പവിത്രമായ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാകുന്നത് സ്വപ്നം കാണാത്തവരാരുണ്ട്? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ഏവർക്കും സ്വാഗതം. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. തോട്ടുകടവിൽ ട്രേഡേഴ്സ്, MLA റോഡ്, പുനലൂർ. പ്യാരിവെയർ, സാൻസീറ, ജോൺസൺ, ലെഫ്റ്റ് തുടങ്ങിയ കമ്പനികളുടെ സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, വിവിധയിനം ഫാൻസി ലൈറ്റുകൾ, പാനസോണിക് AC-യുടെ അംഗീകൃത ഡീലർ, കിച്ചൺ കബോർഡ് ആക്സസറീസ്. തോട്ടുകടവിൽ ട്രേഡേഴ്സ്, MLA റോഡ്, പുനലൂർ. ഫോൺ 0475 222 1205. White Pearl Fashion Destination, Main Road, Punalur. Sari, chudar materials, kids wear, gents wear, party wear തുടങ്ങി quality textiles ഉൽപ്പന്നങ്ങൾ. White Pearl Fashion Destination, Main Road, Punalur. പുനലൂർ പട്ടണത്തിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമാകുന്നു. ജൂൺ 15 മുതൽ ഗതാഗത പരിഷ്കരണം കർശനമായി നടപ്പിലാക്കും. ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റിയുടെ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമായത്.
പുതിയ ഗതാഗത പരിഷ്കരണം നടപ്പിലാക്കുന്നതോടെ പുനലൂർ പട്ടണത്തിലെ ഗതാഗതക്കുരുക്കിന് ഏറെക്കുറെ പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പട്ടണത്തിൽ ഓട്ടോറിക്ഷകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചിട്ടുണ്ട്. 30-നകം നിലവിൽ പുനലൂർ പട്ടണത്തിലുള്ള എല്ലാ ഓട്ടോറിക്ഷകൾക്കും പെർമിറ്റ് ലഭ്യമാക്കി മുനിസിപ്പാലിറ്റി നൽകുന്ന നമ്പർ ഉറപ്പാക്കും. 30-ന് ശേഷം പുനലൂരിലെ പെർമിറ്റുള്ളവർക്ക് മാത്രമേ പട്ടണത്തിലെ സ്റ്റാൻഡുകളിൽ സർവീസ് നടത്താൻ അനുമതി നൽകൂ. തിരക്കേറിയ ജംഗ്ഷനുകളിൽ ഗതാഗത തടസ്സമുണ്ടാക്കും വിധം കറങ്ങിയോടുന്ന ഓട്ടോറിക്ഷകൾക്കെതിരെ കർശന നടപടിയുണ്ടാകും. ഓട്ടോറിക്ഷ മേഖലയിൽ നടപ്പാക്കുന്ന ഗതാഗത ക്രമീകരണങ്ങളെക്കുറിച്ച് നഗരസഭാ അധികൃതർ, പോലീസ്, ഓട്ടോറിക്ഷ തൊഴിലാളികൾ എന്നിവരുടെ നേതൃത്വത്തിൽ യോഗം 10-ന് സ്വയംവര ഹാളിൽ നടക്കും. പട്ടണത്തിൽ നെല്ലിപ്പള്ളി പോളിടെക്നിക്, TB ജംഗ്ഷൻ, KSRTC ജംഗ്ഷൻ, ചെമ്മന്തൂർ എന്നിവിടങ്ങളിൽ പുതിയ വെയിറ്റിംഗ് ഷെഡുകൾ നിർമ്മിക്കും. പുനലൂർ KSRTC സ്റ്റാൻഡിന് മുന്നിൽ നിന്നും സ്വകാര്യ ബസ്സുകൾ ആളെയെടുക്കുന്നത് കർശനമായി തടയും. അഞ്ചൽ ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ വെട്ടിപ്പുഴയിൽ RPL ഓഫീസിന് മുന്നിലെ ബസ് സ്റ്റോപ്പിൽ മാത്രമേ നിർത്താവൂ എന്ന് കർശന നിർദ്ദേശം നൽകും. കൊല്ലം ഭാഗത്തു നിന്നും വരുന്ന ബസ്സുകൾ ആശുപത്രി ജംഗ്ഷനിൽ ബൂട്ട്സ് ആൻഡ് ബൂട്ട്സിന് മുന്നിലെ ബസ് ബേയിൽ നിർത്തണം. KSRTC ഭാഗത്തു നിന്നും പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിലേക്ക് വരുന്ന ബസ്സുകൾ ഉഷശ്രീ കോംപ്ലക്സിന്റെ മുന്നിലാണ് നിർത്തേണ്ടത്. KSRTC സ്റ്റാൻഡിന് മുന്നിലെ അനധികൃത വാഹന പാർക്കിംഗ് തടയുന്നതിനും കർശന നടപടികൾ സ്വീകരിക്കും. കച്ചേരി റോഡിൽ വാഹന പാർക്കിംഗ് റോഡിന്റെ ഒരു വശത്ത് മാത്രമായി ക്രമീകരിക്കും. മിനി സിവിൽ സ്റ്റേഷൻ ഭാഗത്താണ് വാഹനങ്ങൾക്ക് പാർക്കിംഗ് അനുവദിച്ചിട്ടുള്ളത്. ഈ മാസം 15 മുതൽ ഗതാഗത പരിഷ്കരണം കർശനമായി നടപ്പിലാക്കാനാണ് നഗരസഭയുടെ തീരുമാനം. റോഡിൽ 1 മണിക്കൂറിലധികം പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങൾ പോലീസ് റിക്കവറി വെഹിക്കിൾ ഉപയോഗിച്ച് നീക്കം ചെയ്യും. പാർക്കിംഗ് ലൈന് പുറത്തുള്ള വാഹനങ്ങളും ഇത്തരത്തിൽ നീക്കം ചെയ്യുവാനും യോഗത്തിൽ തീരുമാനമായി. മുനിസിപ്പൽ ചെയർമാൻ MA രാജഗോപാലിന്റെ അധ്യക്ഷതയിൽ പോലീസ്, മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ, ദേശീയപാത അധികൃതർ, PWD ഉദ്യോഗസ്ഥർ, വ്യാപാരി വ്യവസായ പ്രതിനിധികൾ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ, വിവിധ യൂണിയൻ പ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ലൈവ് വാർത്ത, പുനലൂർ. അഞ്ചൽ കുളത്തൂപ്പുഴ പാതയിൽ അഞ്ചൽ കോളേജ് ജംഗ്ഷന് മുന്നിൽ ഹമ്പുകളോ സ്പീഡ് ബ്രേക്കറുകളോ സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. അധ്യയന വർഷം ആരംഭിച്ചതോടെ വിദ്യാർത്ഥികളുടെ വൻ തിരക്ക് അനുഭവപ്പെടുന്ന റോഡിൽ വാഹനങ്ങളുടെ അമിതവേഗം അപകടങ്ങൾക്കും കാരണമാകുന്നുണ്ട്. അഞ്ചൽ കുളത്തൂപ്പുഴ റോഡിൽ അഞ്ചൽ കോളേജ് ജംഗ്ഷന് സമീപത്തായാണ് ഹമ്പുകളോ സ്പീഡ് ബ്രേക്കറുകളോ വേണമെന്ന ആവശ്യം ശക്തമാകുന്നത്. സെന്റ് ജോൺസ് കോളേജ്, സെന്റ് ജോൺസ് സ്കൂള്, അഞ്ചൽ മിഷൻ ഹോസ്പിറ്റൽ എന്നിവയടങ്ങുന്ന പ്രദേശത്ത് വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. അധ്യയന വർഷം ആരംഭിച്ചതോടെ കൂടുതൽ വിദ്യാർത്ഥികൾ എത്തുന്നത് തിരക്ക് വർദ്ധിക്കാൻ ഇടയായി. ഈ സാഹചര്യത്തിൽ ഇതുവഴി പോകുന്ന വാഹനങ്ങളുടെ അമിതവേഗം അപകടങ്ങൾക്കും കാരണമാകുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഹമ്പുകളോ സ്പീഡ് ബ്രേക്കറുകളോ സ്ഥാപിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിന്റെ പ്രസക്തിയേറുന്നത്. റോഡിന് ഇരുവശവുമായി വാഹനങ്ങൾ അനധികൃതമായി പാർക്ക് ചെയ്യുന്നതും അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ഇരുചക്ര വാഹനങ്ങളുടെ അമിതവേഗമാണ് കൂടുതലും അപകടങ്ങൾക്ക് ഇടയാക്കുന്നത്. പ്രദേശത്ത് വാഹനങ്ങളുടെ വേഗത കുറയ്ക്കുന്നതിനായി റോഡിൽ ഹമ്പുകളോ സ്പീഡ് ബ്രേക്കറുകളോ നിർമ്മിക്കണമെന്ന് PWDക്ക് കത്ത് നൽകുമെന്ന് അഞ്ചൽ പോലീസ് സബ് ഇൻസ്പെക്ടർ PS രാജേഷ് പറഞ്ഞു. കോളേജിന് മുന്നിലും സ്കൂളിന് മുന്നിലും മറ്റും ഓവർ സ്പീഡിൽ വാഹനങ്ങൾ പോകുന്നതായിട്ട് ശ്രദ്ധപ്പെടുന്നുണ്ട്. അവിടെ സ്പീഡ് ബ്രേക്കർ വെക്കാൻ ഹമ്പ് വയ്ക്കുന്നതിനുമായി PWDക്ക് പ്രത്യേക ലെറ്റർ നൽകുന്നുണ്ട്. അവരുടെ അധികൃതരുമായിട്ട് ഞങ്ങൾ സംസാരിക്കണം എന്നുള്ള നടപടികൾ ഉണ്ടാകും. ലൈവ് വാർത്ത, അഞ്ചൽ. പിണറായി സർക്കാരിന്റെ 1ാം വാർഷികത്തോടനുബന്ധിച്ച് സർക്കാരിന്റെ നേട്ടങ്ങളും പദ്ധതികളും വിശദീകരിച്ച് പ്രചരണ ബസ് പുനലൂരിൽ പര്യടനം നടത്തി. പ്രചരണത്തിന്റെ ഭാഗമായി കലാകാരന്മാർ നാടൻപാട്ടും അവതരിപ്പിച്ചു. കാർഷിക സ്വയം പര്യാപ്തതയ്ക്കുള്ള നവകേരളം സൃഷ്ടിക്കാൻ വികസനത്തിന്റെ അതിവേഗ പദ്ധതിയിൽ നമ്മുടെ കേരളം. നമുക്ക് ഒരുമിച്ച് മുന്നേറാം. സർക്കാരൊപ്പം. കൊല്ലം ജില്ലയിലെ പര്യടനത്തിന്റെ ഉദ്ഘാടനം പുനലൂരിൽ നഗരസഭാ ചെയർമാൻ MA രാജഗോപാൽ ഫ്ളാഗ് ഓഫ് ചെയ്ത് നിർവഹിച്ചു. വൈസ് ചെയർപേഴ്സൺ K പ്രഭ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുഭാഷ് ജി നാഥ്, കൌൺസിലർമാരായ സുജാത, ലളിതാമ്മ, സുജി ഷാജി, സിന്ധു ബൈജു, അംജദ് ബിനു, സുനിത തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. യുവകലാ സാഹിതി പുനലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുനലൂർ തൂക്കുപാലത്തിന് സമീപം സാഹിത്യ സദസ്സും കാവ്യോത്സവവും സംഘടിപ്പിച്ചു. പ്രമുഖ കവി ബാബു പാക്കനാർ കാവ്യോത്സവം ഉദ്ഘാടനം ചെയ്തു. യുവകലാ സാഹിതി മണ്ഡലം പ്രസിഡന്റ് ശ്രീദേവി അധ്യക്ഷയായി. സെക്രട്ടറി വിഷ്ണുദേവ് സ്വാഗതം പറഞ്ഞു. സമ്മേളനം CPI പുനലൂർ മണ്ഡലം കമ്മിറ്റി അംഗം BP ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കാവ്യോത്സവം കവി ബാബു പാക്കനാർ നിർവഹിച്ചു. ആത്മാഭിമാനം കളഞ്ഞ് ഒരു ഭാരതീയൻ, ഒരു കേരളീയന് ഒരിക്കലും നിലനിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കുമാരനാശൻ പറഞ്ഞത്, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, സ്വാതന്ത്ര്യം തന്നെ അമൃതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്ന് കുമാരനാശൻ പറഞ്ഞത് അതുകൊണ്ടാണ്.
ഭാരതമെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം. കേരളമെന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ എന്ന് വള്ളത്തോൾ പറഞ്ഞതും അതുകൊണ്ടാണ്. ആത്മാഭിമാനം പണയം വയ്ക്കുവാൻ മലയാളിയും ഭാരതീയനും തയ്യാറല്ല എന്നുള്ളതാണ്. ഇത് നമുക്ക് മുമ്പിൽ പോയിട്ടുള്ള കവികൾ, നവോത്ഥാന നായകന്മാർ, രാഷ്ട്രീയ നേതാക്കന്മാർ, അർപ്പണബോധത്തോടുകൂടി നാളേക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ഏത് സമരമുഖത്തും പോരാടിയിട്ടുള്ള അർപ്പണ ബോധമുള്ള ആളുകൾ, രക്തസാക്ഷികളൊക്കെ നമ്മോട് പറഞ്ഞിട്ടുള്ളത് ആത്മാഭിമാനത്തെക്കുറിച്ചാണ്. കവയിത്രി രാധു പുനലൂർ, EK ശരത്ചന്ദ്രൻ, EK റോസ്ചന്ദ്രൻ, N ജനാർദ്ദനൻ, CB വിജയകുമാർ, അഡ്വക്കേറ്റ് അനസ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. അഞ്ചൽ സെന്റ് ജോൺസ് കോളേജിൽ SFI നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി വൃക്ഷത്തൈ നടീലും പരിസരം ശുചിയാക്കലും നടന്നു. കോളേജ് കോമ്പൗണ്ടിൽ നട്ട മരങ്ങൾ ഓർമ്മമരങ്ങളായി സംരക്ഷിക്കാനുള്ള നടപടികളും സ്വീകരിച്ചു. ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായാണ് അഞ്ചൽ സെന്റ് ജോൺസ് കോളേജിൽ SFI യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വൃക്ഷത്തൈ നടീലും പരിസരം ശുചിയാക്കലും നടന്നത്. കോളേജ് ക്യാമ്പസ് പൂർണ്ണമായും പ്ലാസ്റ്റിക് രഹിതമാക്കാനുള്ള നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് SFI പ്രവർത്തകർ അറിയിച്ചു. കോളേജ് കോമ്പൗണ്ടിനുള്ളിലുണ്ടായിരുന്ന പ്ലാസ്റ്റിക്കുകൾ മുഴുവൻ നീക്കം ചെയ്തു. കാട് മൂടിക്കിടന്ന കോളേജ് പരിസരവും ഇവർ വെട്ടിവൃത്തിയാക്കി. കോളേജിനുള്ളിൽ നട്ട വൃക്ഷത്തൈകൾ നശിക്കാതെ ഓർമ്മമരമായി സംരക്ഷിക്കാനുള്ള നടപടികളും സ്വീകരിച്ചു. ചടങ്ങ് അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജു സുരേഷ് ഉദ്ഘാടനം ചെയ്തു. SFI ഏരിയ സെക്രട്ടറി ജയേഷ്, ഏരിയ പ്രസിഡന്റ് ഇർഷാദ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കോളേജ് യൂണിയൻ പ്രസിഡന്റ് ടോണിച്ചൻ ചടങ്ങിൽ അധ്യക്ഷനായി. ലൈവ് വാർത്ത, അഞ്ചൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച യുവാവ് അറസ്റ്റിലായത് കാരിയർ സ്വദേശി ഷാനവാസ്. നിയന്ത്രണം വിട്ട ചരക്ക് ലോറി വീട്ടിലേക്ക് പാഞ്ഞു കയറി. അപകടം വാളക്കോട് മുസ്ലിം പള്ളിക്ക് സമീപം. ഒഴിവായത് വൻ ദുരന്തം. പുനലൂർ പട്ടണത്തിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമാകുന്നു. 15 മുതൽ ട്രാഫിക് പരിഷ്കരണം കർശനമായി നടപ്പിലാക്കും. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും livevarta.com സന്ദർശിക്കുക. നമസ്കാരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം. അഞ്ചൽ സെന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ ആതുര സേവനത്തിന്റെ 62ാം വർഷത്തിളക്കത്തിൽ. ചികിത്സ തേടി ഇനി ദൂരേക്ക് പോകേണ്ടതില്ല. മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോട് കൂടിയ സെന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ അഞ്ചലിന്റെ ഹൃദയഭാഗത്തായി ശോഭിക്കുന്നു. കോളേജ് പുനലൂർ. പുനലൂർ പട്ടണത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠനം നടത്തുന്നതും ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പരീക്ഷാ വിജയികളാക്കുന്നതുമായ വിദ്യാഭ്യാസ സ്ഥാപനം ചാപ്റ്റർ കോളേജ്. ഹയർ സെക്കൻഡറി തലം മുതൽ ബിരുദാനന്തര തലം വരെ ക്ലാസുകൾ നടത്തപ്പെടുന്ന സ്ഥാപനം. പ്രഗത്ഭരും പരിചയസമ്പന്നരുമായ അധ്യാപകർ ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നു. കേരള MG യൂണിവേഴ്സിറ്റികളുടെ PG ഡിഗ്രി കോഴ്സുകളും മധുരൈ കാമരാജ് യൂണിവേഴ്സിറ്റിയുടെ വിദൂര പഠന കോഴ്സുകളും നടത്തപ്പെടുന്നു. മികച്ച അധ്യയനം, തികഞ്ഞ അച്ചടക്കം, ഉന്നത വിജയം, രക്ഷകർത്താക്കളുമായുള്ള നിരന്തര സമ്പർക്കം, കൃത്യമായ ഇടവേളകളിൽ പരീക്ഷകൾ, മോഡൽ പരീക്ഷകൾ. സാമൂഹിക സാംസ്കാരിക രംഗത്തും കഴിഞ്ഞ 12 വർഷക്കാലമായി തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് ചാപ്റ്റർ കോളേജ് അതിന്റെ ജൈത്രയാത്ര തുടരുന്നു. ചാപ്റ്റർ കോളേജ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. ഫോൺ 0475 222 9454 960 515. P. ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്, കാരുണ്യ മാർബിൾസ്, ഗ്രാനൈറ്റ്സ് ആൻഡ് വെട്രിഫൈഡ് ടൈൽസ്, കല്ലുംകടവ്, പത്തനാപുരം. ഫോൺ 0475 235 2698. പത്തനാപുരത്തും സമീപ പ്രദേശങ്ങളിലുമുള്ള ജനങ്ങളെ സംതൃപ്തരാക്കിക്കൊണ്ട് ഞങ്ങൾ 24 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഒരു വീടിനാവശ്യമായ എല്ലാവിധ സാധനങ്ങളും മിതമായ വിലയ്ക്ക് നൽകുന്ന പത്തനാപുരത്തെ ഏക സ്ഥാപനം P. ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്.